അവിടെയാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചത്, ഞങ്ങളുടെ പാർട്ടിക്ക് കരുത്തുണ്ട്, ശക്തിയുണ്ട്, അതുകൊണ്ടാണ് മുന്നണികൾ അങ്ങനെ ഒരു നീക്കം, അതായത് UDF തങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ അതിന് കാരണം എന്ന്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അങ്ങനെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നോ UDFന്റെ ഭാഗത്ത് നിന്നോ ഏതെങ്കിലും തരത്തിലൊരു നീക്കവുമില്ല. അഥവാ ജോസ് കെ മാണിക്ക് ഇവിടേക്ക് വരണമെങ്കിൽ വരാം, അത്തരം നീക്കങ്ങൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ ജോസ് കെ മാണിയുടെ ചർച്ചകൾ, ജോസ് കെ മാണി എന്ന വിഭാഗത്തിന്റെ, കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ ചർച്ചകൾ വളരെ സജീവമായി നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. അന്തരീക്ഷത്തിൽ അത്തരത്തിൽ ആ പാർട്ടിയെ ചർച്ച ചെയ്ത് നിലനിർത്താൻ സാധിക്കുന്നു എന്നതും ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ജോസ് കെ മാണിയെ മുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ UDF നടത്തിയതിന് പിന്നാലെ സമാന്തരമായ നീക്കവുമായി ഇടതുമുന്നണിയും രംഗത്ത്. ജോസ് കെ മാണി UDFൽ എത്തിയാൽ ജോസഫ് ഗ്രൂപ്പിനെ ഒപ്പം കൂട്ടാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. അതായത് ജോസ് കെ മാണി UDFൽ എത്തിയാൽ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇടതുമുന്നണി ഒരു മറുതന്ത്രം മെനയുന്നത് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവിടെ ജോസ് കെ മാണിയുടെ പാർട്ടി ആണ് എന്നത് നമുക്കറിയാം. ഇപ്പോഴും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി വിഭാഗം മുന്നണി വിടുമോ എന്നതിൽ ഉറപ്പില്ല എന്ന് തന്നെയാണ് ആ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് CPMൻ്റേത് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ മറുതന്ത്രം മെനയുന്നത് എന്നത് തന്നെയാണ്. കേരള കോൺഗ്രസിലെ മറ്റൊരു വിഭാഗം എന്നത് ജോസ് കെ മാണി വിഭാഗത്തിന് ഒപ്പം തന്നെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ ജോസഫ് വിഭാഗം എന്നതാണ്. ആ ജോസഫ് വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിച്ച സീറ്റുകൾ വിട്ടു നൽകില്ല എന്ന് UDFനോട് കൃത്യമായി നിലപാട് സ്വീകരിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ LDFനോടൊപ്പം ജോസഫ് വിഭാഗത്തെ ഒപ്പം നിർത്തുന്നതിനുള്ള നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ LDFൽ നടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേത് പശ്ചാത്തലത്തിൽ എന്നതാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജോസഫ് ഗ്രൂപ്പിനെ ഒപ്പം കൂട്ടാനുള്ള ഒരു നീക്കത്തിലേക്ക് നടത്തുന്നത്? അതിന് കാരണം മറ്റൊന്നുമല്ല, ജോസ് കെ മാണി വിഭാഗം തന്നെയാണ്. ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ചാഞ്ചാട്ട സാധ്യത ഇപ്പോൾ തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ചാഞ്ചാട്ട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഒരു മറുനീക്കത്തിന് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ അല്ലെങ്കിൽ ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ മറ്റൊരു കാരണം എന്ന് പരിശോധിക്കുമ്പോൾ ജോസ് കെ മാണി വിഭാഗം UDFലേക്ക് വരികയാണ് എങ്കിൽ അവിടെ പ്രതിസന്ധിയിലാകാൻ പോകുന്നത് ജോസഫ് വിഭാഗം ആയിരിക്കും. ജോസ് മുന്നണി വിടുകയാണ് എങ്കിൽ ജോസഫ് വിഭാഗം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ പ്രതിസന്ധി നേരത്തെ തന്നെ ഏതാണ്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ന്യൂസ് 18നുമായി അബു ജോൺ നൽകിയ അഭിമുഖത്തിലടക്കം ആ പ്രതിസന്ധിയെ നേരിടേണ്ടതായി വരും എന്നത് വളരെ വ്യക്തമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ വിട്ടു നൽകില്ല എന്നത് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഈ പ്രതിസന്ധി എന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആ പ്രതിസന്ധിയുടെ കാരണം എന്നത് ഇപ്പോൾ UDFന്റെ ഭാഗമായിട്ടുള്ള ജോസഫ് വിഭാഗത്തിന് ലഭിച്ചിട്ടുള്ള സീറ്റുകൾ, ആ സീറ്റുകളിൽ പല സീറ്റുകളും നഷ്ടപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വളരെ പ്രധാനപ്പെട്ട സീറ്റുകൾ ജോസ് കെ മാണി വിഭാഗത്തിന് വിട്ടു നൽകേണ്ടതായി വരും. അവിടെ തീർച്ചയായും UDF ജോസഫ് വിഭാഗത്തിന് മേൽ ഒരു സമ്മർദ്ദം ചെലുത്തും. ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ മുതലാക്കാം എന്ന ശ്രമം ആണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ജോസഫ് വിഭാഗത്തെ മുന്നണിയുടെ ഭാഗമാക്കാൻ സാധിക്കുമോ എന്ന ശ്രമം ഇപ്പോൾ ഇടതുമുന്നണി ആരംഭിച്ചിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇന്ന് ജോസഫ് വിഭാഗത്തിൻ്റെ ഒരു കൺവെൻഷൻ നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് ആ രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോകുമ്പോൾ ശ്രീജിത്ത്, ഒരു ഭാഗത്ത് മുന്നണിക്കൊപ്പം, അതായത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും എന്ന് ജോസ് കെ മാണി വിഭാഗം ആവർത്തിക്കുമ്പോഴും അത് മുന്നണിയിലുള്ളവർക്ക് തന്നെ ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ മറുതന്ത്രങ്ങൾ മെനയുക എന്നത്. ജോസ് കെ മാണി വിഭാഗം പോവുകയാണെങ്കിൽ ഒപ്പം നിർത്താൻ സാധിക്കുമോ ജോസഫ് വിഭാഗത്തെ എന്ന ഒരു നീക്കം ഇപ്പോൾ ഇടതുമുന്നണിയിൽ നടക്കുകയാണോ? തീർച്ചയായും ഒരു അടിക്ക് തിരിച്ചടി എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം ചില അനൌദ്യോഗിക ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട് എന്ന വിവരം നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജോസഫ് വിഭാഗത്തെ ഒന്നടങ്കം കൊണ്ടുവരിക എന്നുള്ളതല്ല, പ്രത്യേകിച്ച് സീറ്റ് ഉറപ്പിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, പലയിടത്തും ജയിച്ചു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് നോക്കുമ്പോൾ അതിനും അപ്പുറത്തേക്ക് സീറ്റ് മോഹിച്ച് ഏതാണ്ട് 10 സീറ്റായിരുന്നു ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ആ 10 സീറ്റ് ഇത്തവണ കിട്ടില്ല. അതൊരു 5 സീറ്റിലേക്കോ 6 സീറ്റിലേക്കോ ഒതുങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സീറ്റ് കിട്ടാതെ ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വന്നാൽ ജോസഫ് വിഭാഗത്തെ അടക്കം, ജോസ് കെ മാണി വിഭാഗത്തിലെ ഒരു വിഭാഗത്തെ പിളർത്തുക, തൊട്ടിപ്പുറത്ത് ജോസഫ് വിഭാഗത്തെ അടക്കം പിളർത്തുക,
ഇനി ഒരുമിച്ച് അവർ എത്തിയാൽ പോലും, കാരണം അതൊരു പാർട്ടി സംവിധാനമാണ്, UDF-ൽ ഒരു വഞ്ചന നേരിട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.